ഹലോ, എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് സ്റ്റാർട്ടിരിക്കുന്നു വിശ്വസിച്ച്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്താണ് ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി വന്നിരുന്ന എപ്പോഴും ഇല്ലാത്തൊരു രൂപത്തിൽ വന്നിരുന്ന വീഡിയോ ചെയ്യുന്നതെന്നുള്ളത്. വേറെ ഒന്നുമല്ല, ഓണത്തിന്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് രാവിലെ തൊട്ട് കണ്ടിന്യൂസ്ലി ഫോൺ കോൾസ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലത്തെ തന്നെ ഒരുപാട് പേര് വാട്സാപ്പിലാണെന്നുണ്ടെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെന്നുണ്ടെങ്കിലും ന്യൂസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് തരുന്നുണ്ട്, യൂട്യൂബിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ. അപ്പം ഷൂട്ടിന്റെ തിരക്കിലായതുകൊണ്ടാണ് എനിക്ക് കുറച്ച് മുന്നേ വീഡിയോ ചെയ്യാൻ പറ്റാണ്ടിരുന്നത്. വേറെ ഒന്നുമല്ല, നമ്മുടെ കാസർഗോഡുള്ള കോമഡി കോണ്ടന്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഷാലു കിങ്, ആളുടെ പേര് ഷാലിന്നു അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നുണ്ട്. ശരിക്കുള്ള പേര് ആക്ച്വലി എനിക്ക് അറിയില്ല. നമുക്കൊക്കെ ഷാലു എന്നുള്ള രീതിക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു വർഷങ്ങൾക്ക് മുന്നേ ഞാനൊരു വീഡിയോ കാര്യങ്ങൾ ആളുടെ കൂടെ ചെയ്തിട്ടുണ്ട്. എപ്പോഴും ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്ന ഒരു റിഗ്രറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്: ഇവരെയൊക്കെ ഉള്ളിൽ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല. അല്ലെങ്കിൽ നാളെ ഇവർ ഇതുപോലെയുള്ള ഒരുപാട് കേസുകളിലോ കാര്യങ്ങളിലോ പെടും എന്നുള്ളതും നമ്മൾ ഊഹിക്കുന്നില്ല. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ അടക്കം അതിൽ പെട്ടുപോകുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ കൂടെ വീഡിയോ ചെയ്ത ഷാലുവിനെ പീഡനത്തിന് പിടിച്ചു എന്നൊക്കെ പറഞ്ഞാണ് ആൾക്കാർ മെസ്സേജ് അയക്കുന്നത്. ഞാൻ മുന്നേ ശരത്ത് എന്ന് പറയുന്ന ആള്, മാമനും മോനും, അതിലുള്ള ശരത്തിന്റെ ഒക്കെ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ കൂടെ ഫോട്ടോയും വീഡിയോയും എടുക്കുന്ന ആൾക്കാരുടെ ഉള്ളെന്താണെന്നോ അവരെങ്ങനെയാണെന്നോ മനസ്സിലാക്കാനുള്ള യന്ത്രം ഇതുവരെ കണ്ടുപിടിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്റെ കയ്യിൽ എന്തായാലും ഇല്ല. നമ്മളെ അവരൊരു കോണ്ടന്റ് ചെയ്യാൻ വിളിക്കുന്നു, നമ്മൾ കോണ്ടന്റ് ചെയ്യുന്നു, വരുന്നു എന്നല്ലാതെ വേറൊരു സൗഹൃദ ബന്ധമോ കാര്യങ്ങളോ ഒന്നും സ്ഥാപിക്കാൻ നിൽക്കാറില്ല. വീഡിയോ എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞു, അത്രേ ഉള്ളൂ. ആ വീഡിയോ ഈ പറഞ്ഞ പോലെ ഞാൻ ബാക്കിയുള്ള കാര്യത്തിലും പറയുന്നത് പോലെ നമ്മൾ സോഷ്യൽ ഏരിയയിലേക്ക് ഒരു സാധനം ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ കിടക്കും എന്നുള്ളതാണ്. ഇപ്പം ഈ പറയുന്ന ഷാലു എന്ന് പറയുന്ന വ്യക്തിയുടെ കൂടെ ചെയ്ത വീഡിയോ 2-3 പേര് എനിക്ക് അയച്ചു തന്നിട്ട്, ഇതല്ലേ ഷാലു കിങ്, നേരത്തെ പീഡനത്തിന് പിടിച്ച ആൾ ഇതല്ലേ, നിങ്ങളല്ലേ കൂടെയുള്ളതെന്ന് ചോദിക്കുന്നതാണ്. ഞാൻ തന്നെയാണ്. അതൊരു കോണ്ടന്റ് മാത്രമാണ്. ഞാനും ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയയിൽ ചെറിയ രീതിയിൽ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് തന്നെ വീഡിയോ ചെയ്തു എന്നല്ലാണ്ട് അതിൽ പരം യാതൊരു സൗഹൃദവും ഈ പറയുന്ന ഷാലു കിങ്ങുമായിട്ട് എനിക്കില്ല. ഓക്കെ, അപ്പം വിഷയത്തിലേക്ക് കടക്കാം. ഈ പറയുന്ന വ്യക്തി ഷാലു കിങ് എന്ന് പറയുന്ന വ്യക്തി കാസർഗോഡുകാരനാണ്. അതിൽ വല്ലാത്ത നാണക്കേട് ഞാനിപ്പം ഫീൽ ചെയ്യുന്നു. എനിക്ക് ഒരു കാസർഗോഡുകാരനാണ്, കാരണം ന്യൂസിലൊക്കെ ഇങ്ങനെ കാസർഗോഡുകാരൻ എന്നൊക്കെ പറഞ്ഞു വരുന്ന സമയത്ത് നാടിനെ പറയിപ്പിക്കാനുണ്ടായത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ പറയുന്ന ഷാലു കിങ്ങിനെ, ആൾക്കാരെ കോമഡി കോണ്ടന്റുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് ചിരിപ്പിക്കുന്ന ഷാലു കിങ്ങിന് ഇത്രയും വികൃതമായൊരു മുഖം ഉണ്ടായിരിക്കുമെന്ന് അറിഞ്ഞതിൽ എനിക്ക് ഞെട്ടണോ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയാണ്. ചില ആൾക്കാരുണ്ടാവുമല്ലോ നാടിനെ പറയിപ്പിക്കാനായിട്ട് ജനിച്ചെന്ന് പറയുന്ന ടീം. അങ്ങനെ ഒരുത്തനായിട്ടാണ് ഞാൻ ഈ ഷാലു കിങ്ങിനെ ഇപ്പം കാണുന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് ന്യൂസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, പ്രായപൂർത്തിയാവാത്ത, അതും 14 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ദുബായിൽ എങ്ങാനും വെച്ചിട്ടാണ് പീഡനം നടന്നിട്ടുള്ളത്. ആള് ദുബായിൽ നിന്നും വരുന്ന സമയത്ത് എയർപോർട്ടിൽ നിന്ന് എങ്ങാനാണ് ഇപ്പം പിടിച്ചിട്ടുള്ളത്. അതിന്റെ പൂർണ്ണമായിട്ടുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ യൂട്യൂബിൻ്റെ അകത്ത് നിങ്ങൾക്ക് അടിച്ചു നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റുന്നതാണ്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, 14 വയസ്സെന്ന് പറയുമ്പം 9ാം ക്ലാസ്സിലോ 10ാം ക്ലാസ്സിലോ എങ്ങാൻ പഠിക്കുന്ന കുട്ടിയാണ്. ഇതിന് പാരൻസ് ഉണ്ടോ, അല്ലെങ്കിൽ ഉമ്മയും ഉപ്പയും ജീവനോടെ ഉണ്ടോ, എന്താണ്, യത്തീം കുട്ടിയാണോ, ഒന്നും എനിക്ക് അറിയില്ല. അങ്ങനെ ഉമ്മയും ഉപ്പയും ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് ഈ 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് വിവാഹ വാഗ്ദാനം നൽകിയ ഒരാളുടെ കൂടെ വിടുന്നത്? കാരണം ചില ആൾക്കാർ പറയപ്പെടുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, അറിയില്ല, ചില ആൾക്കാർ പറഞ്ഞത് ഇവര് മുന്നേ പരിചയമുള്ളതാണ്, ഈ പറയുന്ന ഷാലു കിങ്ങിന്റെ ആരാധികയാണെന്ന് പറഞ്ഞിട്ടാണ് അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്ത് തന്നെയായാലും ആരാധികയാണെന്ന് പറഞ്ഞിട്ട് അപ്രോച്ച് ചെയ്യുന്ന ആളെ പീഡിപ്പിക്കാനുള്ള ലൈസൻസ് ആണോ അതിന്റെ അർത്ഥം? ഈ പറയുന്ന കോണ്ടന്റ് ക്രിയേറ്റേഴ്സ്, ഇൻഫ്ലുവൻസേഴ്സ് എന്നൊന്നും ഇവർ ഞാൻ ഒരിക്കലും പറയില്ല. എന്ത് ഇൻഫ്ലുവൻസ് ആണ് ഇവർ ചെയ്യുന്നത്? 14 വയസ്സുള്ള പെൺകുട്ടിയെ പീഡിപ്പിക്കാനുള്ള ഇൻഫ്ലുവൻസോ? യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തി, അതിൽ കവിഞ്ഞിട്ടുള്ള ഒരു ടാഗ് ഒന്നും ഇവർക്ക് കൊടുക്കാൻ വേണ്ടി പറ്റില്ല. അപ്പം ഈ 14 വയസ്സുള്ള കുട്ടീനെ പീഡിപ്പിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഈ പറയുന്ന ഷാലു കിങ്ങിനെ എൻ്റെ അറിവില് ഭാര്യയും 3 പെൺമക്കളുമാണുള്ളത്. അത് കാസർഗോഡുള്ളതാണ് ഞാൻ പറയുന്നത്. പിന്നെ ഞാൻ 2-3 ആൾക്കാരോട് വിളിച്ചു ചോദിച്ച സമയത്ത് ആൾക്ക് കൊല്ലത്തോ മലപ്പുറത്തോ കാഞ്ഞങ്ങാടോ എങ്ങാൻ, കാരണം ഒരാൾ പറഞ്ഞു കാസർഗോഡ് അല്ലാണ്ട് മലപ്പുറത്ത് ഭാര്യയും കുട്ടികളും ഉണ്ട് എന്നുള്ളത്, വേറൊരാൾ പറഞ്ഞു കാഞ്ഞങ്ങാട് ഭാര്യയും കുട്ടികളും ഉണ്ട് എന്നുള്ളത്, വേറൊരാൾ പറഞ്ഞു കൊല്ലത്ത് ഭാര്യയും കുട്ടികളും ഉണ്ട് എന്നുള്ളത്. ഇപ്പം എനിക്ക് തോന്നുന്നു ഈ 3 സ്ഥലങ്ങളിലും ഈ വ്യക്തിക്ക് ഭാര്യയും കുട്ടികളും ഉണ്ടാവാം. ആ ഭാര്യയും കുട്ടികളും ഉണ്ടെങ്കിൽ ആ ഭാര്യമാര് രംഗത്ത് വരണം എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങളെയും പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന ഷാലു.
മനസ്സിലായില്ലേ? കൊല്ലത്തെങ്ങാൻ ഭാര്യയുണ്ട്, അതിൽ കുട്ടികളുണ്ട് എന്നൊക്കെ പറയപ്പെടുന്നു. 3 പെൺമക്കളാണ് ഇവർക്ക് എൻ്റെ അറിവിൽ കാസർഗോഡുള്ള ഭാര്യയിലുള്ളത്. ഇങ്ങനെ 3ഉം 4ഉം കല്യാണമൊക്കെ കഴിക്കുന്നത് ലീഗലാണോ? അറിയില്ല എനിക്കത്. ഇന്ത്യയിൽ അത് ലീഗലാണോ എന്താണ് എന്നുള്ളത്. പിന്നെ ഞാൻ ചോദിച്ചപ്പം എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്, അവർ പറഞ്ഞ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ ചോദിച്ചപ്പം പറഞ്ഞത് പള്ളിയിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റുമെന്നാണ്. 2ാം വിവാഹം നമുക്ക് കോടതിയിൽ രജിസ്റ്റർ, അങ്ങനെയല്ലേ, കോടതിയിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിലും പള്ളിയിലോ മഹലിലോ എങ്ങനെ രജിസ്റ്റർ ചെയ്യാൻ പറ്റും എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെ തെറ്റാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ വന്ന് പറയാം, അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല എന്നുള്ളത്. എന്ത് തന്നെയാവട്ടെ, ഞാൻ ഈ പീഡിപ്പിക്കപ്പെട്ട കുട്ടീൻ്റെ പാരൻസിനോടാണ് ചോദിക്കുന്നത്, നിങ്ങൾ 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടീനെ എന്ത് അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന വ്യക്തിന്റെ കൂടെ വിട്ടത്? അല്ല, നിങ്ങളെ വീട്ടിൽ വന്നിട്ടാണോ ഇവർ പീഡിപ്പിച്ചത്? അതിന്റെ വിശദ വിവരങ്ങളും കാര്യങ്ങളൊക്കെ പുറത്തു വരണമെന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ ഇത് കാണുന്ന ഓരോ ആൾക്കാരോടാണ്, നിങ്ങൾ ഈ ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്ത് വീഡിയോ കാണുമ്പം ആരാധികമാരാണെന്ന് പറഞ്ഞ് പോകുന്ന സമയത്ത് അവർ വിളിക്കുമ്പോൾ പോയി കൂടെ കിടക്കലല്ല. അത് കഴിഞ്ഞിരുന്ന് വന്ന് മോങ്ങലല്ല. അല്ല, ഇവനെല്ലാം ബുദ്ധിയും വിവരമുണ്ട്. ഇവനെല്ലാം 10-37 വയസ്സുണ്ട് ഇവന്. 14 വയസ്സ്. ചിലപ്പം ഇവരെ ഈ ഷാലുവിന്റെ മൂത്ത മോക്കുണ്ടാവും ചിലപ്പോൾ 16 വയസ്സ്. സ്വന്തം മോളെ പ്രായമുള്ള ഒരു കുട്ടീനെയാണ് പീഡിപ്പിച്ചിട്ടുള്ളത്. എടാ, നീയെല്ലാം മനുഷ്യനാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഓരോ കണ്ടന്റ് ഇട്ടവൻ ആൾക്കാരെ ചിരിപ്പിക്കാൻ നടക്കുന്നവൻ, ഉള്ളിൽ ഇത്രയും വൃത്തികേടുകൾ വെച്ചിട്ട്. ഇവനെല്ലാം കാമപ്രാന്തെന്ന് വിളിച്ചാൽ ചെറുതായി പോകുന്നാണ് ഞാൻ പറയുന്നത്. ഒരു ഭാര്യ ഇവിടെയുണ്ട്, 2ാമത്തെ ഒരു ഭാര്യ വേറെ എവിടെയും കൂടിയുണ്ട്. അത് രണ്ടും കൂടാണ്ടാണ് ഇവൻ 14 വയസ്സുള്ള ഒരു പൈതലിനെ പീഡിപ്പിക്കാൻ വേണ്ടി പോയിട്ടുള്ളത്. പീഡിപ്പിച്ചതാണോ ഇനി സ്വന്തം ഇഷ്ടപ്രകാരമാണ്? കാരണം മൈനർ ആകുന്ന സമയത്ത് കൺസേൺ നമ്മൾ രേഖപ്പെടുത്താൻ പറ്റില്ല എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ നോക്കുന്ന സമയത്ത് സ്വന്തം മകളാകാൻ പ്രായമുള്ള ഒരു കുട്ടിയെ പീഡിപ്പിച്ചു ഈ ഷാലു കിങ് എന്ന് പറയുന്ന വ്യക്തി. ഞാൻ പറഞ്ഞു, നീ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് നീ ആത്മഹത്യ ചെയ്യുന്നതാണ് നല്ലതാണ് ഞാൻ പറയുന്നത്. കാരണം നിനക്ക് വളർന്നു വരുന്ന 3 പെൺമക്കളുണ്ട്, അതിനെയും നീ നാളെ പീഡിപ്പിക്കില്ലെന്ന് ആര് കണ്ടു? നിന്നെ എങ്ങനെ വിശ്വസിക്കും? ഇത് ഷാലു കിങ്ങിന്റെ ഭാര്യമാര് കാണുന്നുണ്ടെങ്കിൽ ആണ് ഞാൻ പറയുന്നത്, പെൺമക്കളെ ദയവ് ചെയ്ത് ഇവന്റെ ഒന്നും അടുത്ത് വിടരുത്. സ്വന്തം ചോരയാണെന്നൊന്നും ഇവൻ നോക്കുമൊന്നുമില്ല. 14 വയസ്സുള്ള മക്കളെ ഇതുള്ള കുട്ടികളെ പീഡിപ്പിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവന് മക്കളെന്നൊരു വിഷയമായിരിക്കില്ല, സ്വന്തം മക്കളൊന്നും. കാമപ്രാന്ത് വന്നു കഴിഞ്ഞാൽ മക്കളെയും പീഡിപ്പിക്കാൻ ഇവൻ മടിക്കും തോന്നുന്നില്ല എനിക്ക്. സീരിയസ്ലി നമുക്ക് ഷോക്കിംഗ് ആണിത്. കാരണം വലിയ വീരവാദത്തിന്റെ കഥയൊന്നും ഞാനിവിടെ പറയുന്നില്ല. മുഴക്കി നടക്കുന്ന ആളാണ്. ആൾക്കാർക്ക് മാതൃകയാവേണ്ട രീതിയിൽ കോണ്ടന്റുകൾ ചെയ്യുന്ന, ആൾക്കാർക്ക് നന്മ വിതറിക്കൊടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ അറിയുന്ന ഷാലു കിങ്, അല്ലെങ്കിൽ ഞാൻ അറിയുന്ന ഷാലു കിങ്ങിന്റെ കോണ്ടന്റ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞത് എന്താണെന്നറിയോ, നിങ്ങൾ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് പ്രായപൂർത്തിയാവാത്ത കുട്ടികളെ പീഡിപ്പിക്കുന്നതിനെ കുറിച്ചിട്ടൊരു കോണ്ടന്റ് അങ്ങ് ചെയ്യണം കേട്ടോ. അങ്ങനെ ഒരു കോണ്ടന്റ് അങ്ങോട്ട് ചെയ്യണം അങ്ങോട്ട്. അത് നന്നായിരിക്കും എന്നാണ് ഞാൻ പറയുന്നത് ഷാലു കിങ്ങിനോടാണ്. തീർച്ചയായിട്ടും ജയിലിൽ നിന്ന് ഈ വ്യക്തി ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ജാമ്യമില്ലാ വകുപ്പാണെന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. നമ്മുടെ നിയമവും നമ്മുടെ നിയമ സംവിധാനങ്ങളും നമുക്കറിയാലോ. നിങ്ങളിത് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് എന്തായാലും ഷാലു കിങ്ങിന്റെ ഫ്രണ്ട്സ് കാര്യങ്ങൾ എൻ്റെ വീഡിയോ കാണാണ്ടിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാണുമെന്ന് എനിക്കറിയാം. വ്യക്തി വന്നപാട് ഇതൊന്ന് കാണിച്ചു കൊടുക്കണേ. കാരണം നമ്മുടെ ഹെലൻ ഇങ്ങനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞൊന്ന് കാണിച്ചു കൊടുക്കണേ. കാരണം നമുക്ക് നാണക്കേടാണ്. വല്ലാത്ത നാണക്കേടാണ്. നിങ്ങളുടെ കൂടെയൊക്കെ നിങ്ങൾ ഒരിക്കലും ഇങ്ങനെയൊന്നും ആയിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ഒരു പരിചയത്തിന്റെ പുറത്ത്, സൗഹൃദം ഒന്നും ഞാൻ പറയുന്നില്ല, പരിചയത്തിന്റെ പുറത്ത് ചെയ്ത വീഡിയോ വരെ വിനയായി എന്നാണ് ഇവന്റെ ഒക്കെ ഇങ്ങനത്തെ സ്വഭാവം കൊണ്ട്. ദയവ് ചെയ്തിട്ട് കുട്ടികളെ, നിങ്ങളോടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ വീഡിയോ കാണുന്ന ആൾക്കാരായിരിക്കണം അവർ റിയൽ ലൈഫിൽ എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ഞാൻ അടക്കമുള്ള ആൾക്കാരെയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഈ ഒരു സ്ക്രീനിനകത്ത് കാണുന്ന ഞാനല്ല ഞാൻ. ഇപ്പൊ നിങ്ങൾ ഈ കാണുമ്പോൾ വിചാരിക്കും അങ്ങനെയാണ്, ആനയാണ്. അല്ലല്ല, ആനയുമല്ല, ചേനയുമല്ല, ചെരങ്ങിയുമല്ല. ഈ ആരെങ്കിലൊക്കെ ഒരു മെസ്സേജ് അയക്കുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ഈ ഇറങ്ങിപ്പോകുന്നത്? എന്നിട്ട് അവസാനം കേസും. അനക്ക് മനസ്സിലാവുന്നില്ല. ഈ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആരാ? ദൈവങ്ങള്? ഇവർ 2 വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അങ്ങോട്ട് വിശ്വാസം വന്നു. പിന്നെ ദൈവങ്ങളായ അങ്ങോട്ട്, ദൈവങ്ങളെ പ്രതിരൂപമായി അങ്ങോട്ട് അല്ലേ? പാരൻസിനോടും കൂടിയിട്ടാണ് പറയുന്നത്. നാണക്കേടാണ് നിങ്ങൾക്കും. ഈ പറയുന്ന പോലെ 14 വയസ്സും 13 വയസ്സുള്ള മക്കളെയൊക്കെ പീഡിപ്പിച്ചു എന്നൊക്കെ വരുന്ന സമയത്ത് എല്ലാവർക്കും അറിയില്ലെങ്കിലും ഈ ന്യൂസും കാര്യങ്ങളും അറിയുന്നവർ സ്പ്രെഡ് ചെയ്യും. നിങ്ങളുടെ നാട്ടിലെങ്കിലും സ്പ്രെഡ് ചെയ്യപ്പെടും. മക്കളുടെ ഭാവിയാണ്, അത് നിങ്ങളുടെ കയ്യിലാണെന്ന് ഞാൻ പറയുന്നു.
കാരണം ഒന്നും അറിയാത്ത കുട്ടികളാണ് 14 വയസ്സെന്നൊക്കെ പറയുന്ന സമയത്ത്. ഇതുപോലെയുള്ള നായ്ക്കൾ, കാമപ്രാന്തുള്ള നായ്ക്കൾ നിങ്ങളുടെ മക്കളെ പിച്ച് ചീന്താൻ വേണ്ടി വരും. അതിന് വിട്ടുകൊടുക്കരുത് എന്നുള്ളതാണ്. എഗെയിൻ ഞാൻ പറയുന്നു, ഇതിന്റെ ബാക്കി സത്യങ്ങളും കാര്യങ്ങളൊക്കെ പുറത്തു വരട്ടെ. എന്താണ് ഏതാണെന്ന് എത്ര ന്യായീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ഒരു ന്യായീകരണത്തിനും യോഗ്യനല്ലാത്തൊരു വ്യക്തിയാണ് ഷാലു കിങ്. സീരിയസ്ലി